ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാനൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ഈസി ആയിട്ട് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. കേക്ക് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. ഇവിടെ ഞാനിപ്പോൾ 2 സ്പൂൺ കൊക്കോ പൗഡർ ഇടുന്നുണ്ട്. കളറുള്ള കൊക്കോ പൗഡർ ആണെങ്കിൽ 1 സ്പൂൺ മതിയാകും. ഇനി നമുക്കിത് അരിച്ചൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 സ്പൂണോളം വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ പാലൊന്ന് പിരിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 50 ഗ്രാം ബട്ടറാണ്. അതിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൽ വെച്ച് മെൽറ്റായ ബട്ടറാണിത്. ഇതൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാരയും ബട്ടറും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ടയുടെ മഞ്ഞക്കരു ചേർത്ത് കൊടുക്കാം. 4 മുട്ടയുടെ മഞ്ഞക്കരുവാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഓരോ മഞ്ഞക്കരു ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഓരോന്നിട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരുവെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പാലിൽ വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുമ്പോൾ ഇതുപോലെ എന്ത് ഐറ്റം ഇടണമെങ്കിലും കുറേശ്ശെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂണോളം റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ ജെൽ കളറാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ റെഡ് കളർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന മുട്ടയുടെ എഗ്ഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പതിയെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാനിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് ബട്ടർ വെച്ചിട്ടുള്ളതായിരുന്നു. ഇതിലേക്ക് നമുക്ക്
10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ല. ഉണ്ടാകും. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്